പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗോപാലയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക്. മാത്രവുമല്ല, ഇനി താൻ ജയിലിലാകും എന്ന് പറയുകയും ചെയ്യുന്നു സോഹനോട്. ഇതോടെ സോഹൻ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിന്നെ ചതിച്ചത് മറ്റാരുമല്ല, നിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അത് എന്തിനാണ് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയും ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് ആ വൈദ്യർ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അയാൾ കാരണമാണ് നിനക്ക് എതിരായി ഇപ്പോൾ ദേവരാജനും മുന്നോട്ട് പോകുന്നത്. ദേവരാജന്റെ കൂടെയുള്ള ആ സുഹൃത്തും അത്ര നല്ലവനൊന്നുമല്ല. അയാളും നിനക്ക് എതിരെ സംസാരിക്കുന്നത് ഞാൻ ഈയടുത്ത് കേട്ടിരുന്നു. പക്ഷേ നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ദേവബാലയെ രക്ഷിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലടാ. മാത്രവുമല്ല, കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ ഇഷ മേഡം അധികം താമസിയാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകും. അതോടെ ഇഷ മേഡം നിന്നിൽ നിന്ന് അകന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇഷ മേഡത്തിന്റെ സ്വഭാവം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ ഉടൻ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലാകും എന്ന യാതൊരു സംശയവും വേണ്ട. ഇത് കേൾക്കുന്ന അഭിഷേക്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവുമില്ല. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിൽക്കുകയാണ് എന്നും, എന്തായാലും വരുന്നത് പോലെ വരട്ടെ, എന്തും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് അഭിഷേക് പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ജയരാമന്റെ കൈകളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം ദേവബാല രക്ഷപ്പെട്ട് മടങ്ങിയെത്തുന്നത്. ഇതേ തുടർന്ന് അഭിഷേകിന്റെ വീട്ടിലേക്ക് തിരികെ എത്തുന്നതിനായി ദേവബാലയ്ക്ക് സാധിച്ചതിനെ തുടർന്ന് ദേവരാജൻ ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഉടൻ തന്നെ തന്റെ മകളുടെ അടുത്തേക്ക് ചെല്ലുന്ന ദേവരാജൻ ദേവബാലയെ കെട്ടിപ്പിടിക്കുന്നു. ദേവബാലയോട്, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? എന്ത് കോലമാടി ഇത്? നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയൂ. സത്യങ്ങളെല്ലാം എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി തയ്യാറാവുകയാണ് ദേവബാല. എനിക്ക് ആദ്യം കുറച്ച് വെള്ളം വേണമെന്ന് ദേവബാല പറഞ്ഞതിനെ തുടർന്ന് ദേവരാജൻ ദേവബാലയ്ക്ക് വെള്ളമെടുത്ത് നൽകിയിരിക്കുകയാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞതിനെ തുടർന്ന് കുറച്ച് ആശ്വാസമായിരിക്കുകയാണ് ദേവബാലയ്ക്ക്. ഇതോടെ എന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ദേവരാജനോട് ദേവബാല അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന ദേവരാജൻ ആകെ ഞെട്ടിപ്പോവുകയും ഇതിന് പിന്നിൽ കളിച്ചത് ആ അഭിഷേകല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ദേവബാല, അന്ന് അഭിഷേകിന്റെ ഓഫീസിൽ പോയി മടങ്ങി വരുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. എന്നെ തട്ടിക്കൊണ്ടുപോയത് അഭിഷേകല്ല, മറിച്ച് ഈ വീട്ടിൽ പണ്ട് ഒരു അപ്പൂപ്പൻ വന്നിരുന്നു. അയാളോട് ഞാൻ ഒരു തവണ സംസാരിച്ചതുമാണ്. അയാളാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. എന്നെ കൊല്ലാനായിരുന്നു ശ്രമം. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് അയാളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് എന്ന് ദേവബാല വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവരാജനാകെ പകച്ചുപോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ദേവബാല തിരികെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ് അഭിഷേക്. ഉടൻ തന്നെ വീട്ടിലേക്ക് അഭിഷേക് കുതിച്ചെത്തുകയും ദേവബാലയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ഇതോടെ ദേവബാല അഭിഷേകിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്ന സോഹൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. നിനക്ക് എന്താണ് യഥാർത്ഥത്തിൽ പറ്റിയത് എന്നുള്ള കാര്യം പറയാൻ അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് എന്നെ ഏതോ ഒരാൾ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നും അയാളുടെ വീട്ടിലെ ജോലികളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുകയും
ചെയ്യുന്ന ദേവബാല, നല്ലൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക്. മാത്രവുമല്ല, അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സാധിക്കും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ദേവബാല. ഇതോടെ ദേവബാലയോട് റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുന്ന അഭിഷേക് അവിടെ നിന്ന് ഇറങ്ങുകയും സോഹനോട് ഈ കാര്യം പോലീസിൽ ഉടൻ തന്നെ അറിയിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവിടേക്ക് ദേവബാലയുടെ അച്ഛൻ ദേവരാജൻ കടന്നു വരുന്നത്. അഭിഷേക് അത് കണ്ടതിനെ തുടർന്ന് മുഖം മാറ്റി പോകാനൊരുങ്ങുമ്പോൾ അഭിഷേകിനോട്, അഭിഷേക് ഒന്ന് നിൽക്ക, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ നിന്നെ ഒരുപാട് സംശയിക്കുകയും നിനക്കെതിരെ പലതും പറയുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മോള് കാരണമാണ്. അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അതിനെല്ലാം കാരണമായത്. എന്നോട് ക്ഷമിക്കണം അഭിഷേക്. ഇത് കേൾക്കുന്ന അഭിഷേക്, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ എനിക്കെതിരെ എന്ത് ചെയ്തത് എന്ന് അറിയാമോ? എനിക്കെതിരെ നിങ്ങൾ മൊഴി നൽകി ഞാൻ ഒരു ക്രിമിനലാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു. എൻ്റെ വിവാഹം അവളുമായി കഴിഞ്ഞു എന്ന് വരെ പോലീസിൽ പറഞ്ഞു. എൻ്റെ കരിയർ നശിപ്പിക്കുന്നതിനും എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിനുമാണ് നിങ്ങൾ ശ്രമിച്ചത്. അങ്ങനെയുള്ള നിങ്ങളോട് എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? നിങ്ങൾ കാരണം എൻ്റെ ജീവിതം തന്നെ നഷ്ടമായേനെ. ഞാൻ ജയിലിൽ പോകേണ്ടി വന്നേനെ. നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഭിഷേക് അവിടെ നിന്ന് സോഹനെയും കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനമെടുക്കുന്നു. ഈ കാഴ്ച കണ്ട് ആകെ തകർന്നു പോകുന്ന ദേവരാജൻ തനിക്ക് പറ്റിയ മണ്ടത്തരത്തിൽ പശ്ചാത്തപിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.